ഈ ഒരു വീഡിയോ ഖത്തറിലുള്ളവർക്കും അതുപോലെ തന്നെ ഖത്തർ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്കുമുള്ള വീഡിയോ ആണ്. ഒരു കിടിലൻ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേവികോ, ഇതാണ് കൃത്രിമമായിട്ടുള്ളൊരു കാട് എന്ന് വേണമെങ്കിൽ പറയാം. കിടിലൻ വ്യൂ ആണ്. അതായത് നമ്മൾ ചുമ്മാ ഒരു വീട്ടിൽ നിന്ന് 2 മണിക്കൂർക്ക് മുമ്പാണ് സാധാരണ രീതിയിൽ എയർപോർട്ടിൽ ഇറങ്ങാറുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു കിളിയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് നേരം നമ്മൾ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം നല്ല ഒരു എയർപോർട്ടിലാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ഫീല് ലഭിക്കാതെ ശരിക്കും നമ്മളൊരു കൊച്ചു കാട്ടിലൊക്കെ പോയ ഒരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. കിടിലൻ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വിഷ്വൽസ് ഞാൻ ഈ ഒരു ഫോറസ്റ്റിന്, ഇതിന് ശരിക്കും ഓർക്കാഡ് എന്നാണ് പറയുന്നത്, ആ ഒരു ഓർക്കാഡിൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു കാഴ്ചകൾ ചുമ്മാ ഇങ്ങനെ താഴെ നിന്ന് നോക്കി കാണുന്നതിലും ഭംഗി നമുക്ക് ഒരുപക്ഷെ മുകളിലേക്ക് കയറിയിട്ടായിരിക്കും ഉണ്ടാകുക. അതിനായിട്ട് ഒരു കൊച്ചു പാലം ഇവിടെ ഇവർ പണിത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാലത്തിലേക്ക് നമുക്ക് കടന്നുകൊണ്ട് മുകളിലത്തെ വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സത്യം ഭയങ്കര ഭംഗിയുള്ള ഒരു വിഷ്വൽ തന്നെയാണ്. ശരിക്കും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. അതാ പറഞ്ഞ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ഇമ്പമേകുന്ന നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതാണ്. ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നതിന് ശേഷം മെട്രോ അവൈലബിൾ ആണ്. മെട്രോയിൽ കയറിയാൽ ലാസ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ അവസാനം എത്തുന്നത് ഈ ഒരു ഗാർഡൻ അടുത്താണ്. അവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് ആ ഒരു പാത്ത് വേ കാണുന്നതാണ്. അതിലൂടെ നടന്നു വന്നാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നതാണ്. അപ്പം ഇതാണ് മുകളിലെത്തിയാലുള്ള ഒരു കാഴ്ചകൾ. ശരിക്കും ഇത് മിസ് ചെയ്യരുത്. പല ആളുകളും ചിലർ അറിയാത്തതുകൊണ്ടാകാം മുകളിൽ അങ്ങനെ ആരും കയറുന്ന കാണാറില്ല. അവർ ചുമ്മാ താഴിലൂടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകാറാണ് പതിവ്. പക്ഷെ ഈ ഒരു പാലത്തിൽ കയറിയിട്ട് ഈ ഒരു മുകളിലുള്ളൊരു ഭംഗി കൂടി ആസ്വദിച്ചാലേ ഇതിലൊരു പൂർണ്ണത വരും. അത്രയും രസമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശരിക്കും സമയം പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് വാച്ച് നോക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതായില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് തന്നെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഖത്തർ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളവർ ഈ പറഞ്ഞിട്ടുള്ള ഓർക്കാഡിലൂടെ നടന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആസ്വദിച്ചിട്ടുള്ളവർക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇനി ആരും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇവിടെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ശരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 യാത്ര മാത്രമാണ് നാട്ടിലേക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയം എനിക്ക് ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെതും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാറുള്ളത്. ശരിക്കും ഹാപ്പിയാണ്. നമുക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പം 2 മാസത്തെ ഇടവേളയ്ക്കാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ മൊബൈൽ അൺബോക്സിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നതാണ്. പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഭാഗ്യം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ നാട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം എന്നും പറയാറുള്ള പോലെ തന്നെ നല്ല കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നോളണം. 2 മാസത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് വരുന്നതാണ്. നമ്മൾ എന്നും ചെയ്യാറുള്ള പോലെ കിടിലൻ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് ആൻഡ് റിവ്യൂ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കൂടെ കട്ടക്ക് നിന്നോളുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഖത്തറിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഖത്തർ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക.